ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് മാപ്പിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണക്ട് ചെയ്തൊരു നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്നൊരു കമൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്തിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടൂളാണ് ഈ പറയുന്ന എൻമാപ്പ് അല്ലെങ്കിൽ സെൻമാപ്പ് എന്ന് പറയുന്നത്. ഈ സെൻമാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന നെറ്റ്വർക്കിൽ മറ്റേതെല്ലാം ഡിവൈസുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ഒരു അത്യാവശ്യം നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു ടൂളാണ് ഈ പറയുന്ന എൻമാപ്പ് അല്ലെങ്കിൽ സെൻമാപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുള്ളൂ. വരും ക്ലാസ്സുകളിൽ നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ സെൻമാപ്പ് അല്ലെങ്കിൽ എൻമാപ്പ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി സ്കാനറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ഡിവൈസുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സ്കാനറാണ്. നമുക്കത് ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മളിരിക്കുന്ന നെറ്റ്വർക്കിൽ എത്ര ഡിവൈസുകളുണ്ട്, ആ ഡിവൈസുകളിൽ ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. പോർട്ടുകൾ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന നെറ്റ്വർക്കിൽ ഡിവൈസുകളുടെ ഏതെങ്കിലുമൊക്കെ ഒരു പോർട്ടുകൾ ഓപ്പണായി കിടക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ പോർട്ട് വഴിയാണ് നമ്മൾ ആ സിസ്റ്റത്തെ ആക്സസ് ചെയ്യുക. അപ്പോൾ ആ ഡിവൈസിൽ ഏതൊക്കെ പോർട്ടുകൾ ഓപ്പണായി കിടക്കുന്നുണ്ട്, ഏതൊക്കെ പോർട്ടുകൾ ഇപ്പോൾ കറൻ്റ് റൺ ആവുന്നുണ്ട്, അതേപോലെ നമ്മളിരിക്കുന്ന നെറ്റ്വർക്കിൽ മറ്റ് ഡിവൈസുകളുണ്ടാവുമല്ലോ, അതിൽ ഏതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്, ലിനക്സ് ആണോ റൺ ആവുന്നത്, മൈക്രോസോഫ്റ്റ് ആണോ റൺ ആവുന്നത്, അതോ ആൻഡ്രോയിഡ് ആണോ iOS ആണോ ഏതാണ് റൺ ആവുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെൻമാപ്പ് ശരിക്കും എൻമാപ്പ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫിക്സ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ശരിക്കും സെൻമാപ്പ്. ഇപ്പം നിങ്ങൾക്ക് എൻമാപ്പ് എന്ന് പറയുന്ന കമൻറ്റ് ഉപയോഗിച്ചിട്ടും സ്കാൻ ചെയ്യാൻ പറ്റും, സെൻമാപ്പ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടും സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. എൻമാപ്പ് ആണെങ്കിൽ എൻ്റയർലി കമൻറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുക, സെൻമാപ്പ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് ആണ്. നമുക്കതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ കാലിനെക്സ് മെഷീനിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ സെൻമാപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ സെൻമാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് സെൻമാപ്പ്. സെൻമാപ്പിൽ ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ. ഈ ഒരു ബോക്സിൽ ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ആ നെറ്റ്വർക്കിൽ എത്ര ഡിവൈസുകളുണ്ട് എന്നുള്ളതും ആ ഡിവൈസുകളുടെ ഡീറ്റെയിൽസ് അറിയാനാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സ് ഒന്ന് നോക്കി നോക്കട്ടെ. if config എന്ന് പറയുന്ന കമൻറ്റാണ്. 192.168.31 അതാണ് അല്ലേ. അപ്പോൾ സെൻമാപ്പ് എടുത്തു. ഇവിടെ 192.168.31.0/24 ആ നെറ്റ്വർക്കിനെ മുഴുവനായിട്ട് സ്കാൻ ചെയ്യാനാണ്. അപ്പോൾ ഞാനവിടെ ടാർഗറ്റ് IP അവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ പ്രൊഫൈൽ എന്ന് കാണുന്ന ബോക്സിൻ്റെ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് സ്കാനുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആദ്യം പിങ് സ്കാൻ നോക്കാം. ഇപ്പോൾ പിങ് സ്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന നെറ്റ്വർക്കിൽ ഇപ്പോൾ 192.168.31.0 ആണല്ലോ. അപ്പോൾ അതിൽ ഏതെല്ലാം IPകൾ വരും? 192.168.31.1 മുതൽ 192.168.31.254 വരെയുള്ള IPകൾ അതിൽ വരും. അത്രയും IPകൾ നമുക്ക് നമ്മുടെ സിസ്റ്റം അതിലോട്ടെല്ലാം പിങ് ചെയ്ത് നോക്കും. നമ്മുടെ കാലിനെക്സ് മെഷീൻ അതിലോട്ടെല്ലാം പിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ഷൻ കിട്ടുന്നുണ്ടോ, പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രോഫർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, PING. അതിലോട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൽ നിന്ന് ആർക്കൊക്കെ റെസ്പോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഈ പിങ് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ വരിക.
ഈ പിങ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസും പിങ് സ്കാനിൽ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കില്ല. ആ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന എല്ലാ ഡിവൈസിനെയും കാണിച്ചോളണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിസ്റ്റങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് പിങ് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് റെസ്പോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങോട്ട് റെസ്പോണ്ടുള്ള ഇല്ലാത്ത ഡിവൈസുകളുടെ ലിസ്റ്റൊന്നും ഇതിലങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ പിങ് സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള സ്കാനിങ് ആണ്. വേഗം തീരും, അധികം സമയവും കാര്യങ്ങളൊന്നും എടുക്കില്ല പിങ് സ്കാൻ. നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു നെറ്റ്വർക്ക് ഇരിക്കുന്ന ഡിവൈസിനാണല്ലോ, നെറ്റ്വർക്ക് ഇരിക്കുന്ന ഡിവൈസുകളെ കണ്ടുപിടിക്കാനാണല്ലോ ഇപ്പോൾ ആ നെറ്റ്വർക്ക് ID മുഴുവനായിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇരിക്കുന്ന നെറ്റ്വർക്കിനെയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ സ്കാൻ ചെയ്യാൻ പറ്റും. ആ വെബ്സൈറ്റിൻ്റെ IP മുകളിൽ കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കാനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സ്കാൻ ചെയ്തിട്ട് നമ്മൾ പിങ് സ്കാൻ ഉപയോഗിച്ചിട്ട് പിങ് ചെയ്തപ്പോൾ വന്ന റിസൾട്ടുകൾ. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഡിവൈസുകളുടെ IP അഡ്രസ്സുകൾ ഇപ്പോൾ 192.168.31.1 എന്ന് പറയുന്നത് അതിൻ്റെ മാക് അഡ്രസ്സ്. അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട്, അത് ജിയോ ഫൈബറാണ്, എൻ്റെ മോഡത്തിൻ്റെ IP ആണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കമ്പനിയാണിത്, ക്ലൗഡ് നെറ്റ്വർക്ക് ടെക്നോളജി സിംഗപ്പൂർ PT, അതാണ് അതിൻ്റെ മാനുഫാക്ചർ ആ മോഡത്തിൻ്റെ. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ മാക് അഡ്രസ്സാണ് ഈ കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്തത് സ്കാൻ 192.168.31.22, അത് MS എഡ്ജ് വിൻഡോസ് 10 എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണത്. അതിന് കൊടുത്തിരിക്കുന്ന IP അഡ്രസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മാക് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ എൻ്റെ വിർച്വൽ മെഷീനിൽ ഇട്ടിട്ടുള്ള വിൻഡോസ് 10 ആണ് കാണിക്കുന്നത്. വേറൊന്ന് 192.168.31.56 എന്ന് പറയുന്നൊരു IP ഉണ്ട്. അത് പോക്കോ പാഡ് ടാബിൻ്റെയാണ്, ടാബാണ് ആ ഡിവൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് 192.168.31.20, അതൊരു സാംസങ്ങിൻ്റെ F42 എന്ന് പറയുന്നൊരു മൊബൈൽ ഫോണാണ്. അതുപോലെ തന്നെ 192.168.31.176 എന്ന് പറയുന്നൊരിതുണ്ട്. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാത്തിൻ്റെയും, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഐഫോൺ കാണാൻ പറ്റും. ഐഫോൺ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 192.168.31.187 എന്ന് പറയുന്ന IP ആണ് ആ ഒരു ഐഫോണിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കാലിനെക്സ് മിഷൻ്റെ ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന എല്ലാ ഡിവൈസുകളും ഇവിടെ ഏറ്റവും താഴെ 256 IP അഡ്രസ്സ് സ്കാൻ ചെയ്തതിൽ നമുക്ക് മൊത്തം 8 ഹോസ്റ്റുകളെയാണ് കിട്ടിയിരിക്കുന്നത്. 10 സെക്കൻഡാണ് അത് സ്കാൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ പിങ് സ്കാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് പിങ് ചെയ്ത് നോക്കിയിട്ട് നെറ്റ്വർക്കിൽ എത്ര ഡിവൈസുകൾ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്കാനിങ് ടൂളാണ്. നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വിക്ക് സ്കാൻ ഉണ്ട്. ക്വിക്ക് സ്കാൻ കൊടുത്തിട്ട് ഇവിടെ സ്കാൻ കൊടുക്കുക. പിങ് സ്കാനിനെക്കാട്ടും കുറച്ചുകൂടി ടൈം എടുക്കും, പക്ഷേ ക്വിക്ക് സ്കാൻ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ്. ക്വിക്ക് സ്കാനിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഡിവൈസുകൾ ഉണ്ടാവും. ഏതൊക്കെ ഡിവൈസുകൾ ഉണ്ടാവും? ഡിവൈസുകളിൽ ഏതെല്ലാം പോർട്ടുകൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്നുണ്ടാവും. ഈ പോർട്ടുകൾ ഓപ്പൺ ആയ പോർട്ട് വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 6 സെക്കൻഡ് കൊണ്ട് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് റിസൾട്ടിൽ 192.168.31.1 എന്ന് പറയുന്നതിൻ്റെ ഇത്രയും പോർട്ട് ഓപ്പൺ ആണ്. ഓക്കെ, 53 TCPയിൽ 53 എന്ന് പറയുന്ന പോർട്ടും 80 എന്ന് പറയുന്ന പോർട്ടും 443, അതേപോലെ 8880 TCPയിലെ പോർട്ട് 8443 എന്ന് പറയുന്ന പോർട്ടൊക്കെ ഓപ്പൺ ആണ് എന്നുള്ളതും ആ ഡിവൈസിൻ്റെ മാക് ID ഒക്കെ ഇവിടെ കാണാം. മറ്റേതിൽ നമുക്ക് മാക് ID ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും പോർട്ട്, എൻ്റെ ഒരു എയർ ഫൈബർ എൻ്റെ മോഡത്തിൻ്റെ ഇത്രയും പോർട്ട് ഇപ്പോൾ എന്താണ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ വിൻഡോസ് 10 IP ഇത് അവിടെ കാണാനായിട്ട് സാധിക്കും. വിൻഡോസ് 10 ഏകദേശം ഒരു 100 പോർട്ടോളം സ്കാൻ ചെയ്തതിൽ ഒരു പോർട്ടൊന്നും റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനും അതിലൊരു പോർട്ട് ഓപ്പൺ അല്ല എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ മാക് ID ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അടുത്തത് പോക്കോയിലും ഇതേപോലെ പോർട്ടുകളോ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഒരു ഓപ്പണും കിടക്കുന്നില്ല എന്നുള്ളതും. താഴെ സാംസങ്ങിൻ്റെ F42 കിടക്കുന്നുണ്ട്, അതിലും പോർട്ടും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. വേറൊരു RE200 എന്ന് പറയുന്നൊരു ഡിവൈസിൽ
ഇത്രയും പോർട്ടുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ SSH സെക്യൂർ ഷെല്ലിൻ്റെ പോർട്ടാണ്. ഇതുവഴി നമുക്ക് ഒരു ഡിവൈസിന്, ഈ ഒരു ഡിവൈസിന് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഡിവൈസിനെ ആക്സസ് ചെയ്തിട്ട് ആ ഡിവൈസിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ഒരു SSH എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ഡിവൈസ് കൂടെ കാണിക്കുന്നുണ്ട്. ജിഗാബൈറ്റിൻ്റെ ഡിവൈസാണ്. അതിൻ്റെ MAC ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും ഏകദേശം ഒരു 3 പോർട്ടാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന IP അഡ്രസ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ താഴെ കാലിനെക്സിൻ്റെ കിടക്കുന്നുണ്ട്. അതിൽ പോർട്ടുകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയി കിടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ക്വിക്ക് സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ZenMapൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനാണ് ഏതൊരു സ്കാൻ നമ്മൾ യൂസ് ചെയ്യുക, ഈ മുകളിൽ കാണുന്ന ക്വിക്ക് സ്കാൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ക്വിക്ക് സ്കാൻ പ്ലസ് എന്ന് പറയുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ടൈം എടുക്കും. നമുക്ക് ക്വിക്ക് സ്കാൻ പ്ലസ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ നമുക്കത് സ്കാനിങ് കംപ്ലീറ്റ് ആവാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ZenMap എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ZenMap എന്ന് പറയുന്നൊരു ടൂളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. വരും ക്ലാസ്സിൽ നമുക്കിതിനെക്കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് സാധാരണ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ നെറ്റ്വർക്കിലിരിക്കുന്ന ഡിവൈസുകളെ കണ്ടുപിടിക്കാനും അതിലേതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ പോർട്ട് വഴി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിലുപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു ZenMap വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ Nmap എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ZenMap നമ്മൾ ഗ്രാഫിക്സ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. Nmap എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള കമൻറ്റ് പ്രോംപ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്വിക്ക് സ്കാൻ പ്ലസിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം 51 സെക്കൻഡോളം എടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ കാണാൻ പറ്റും, 51 സെക്കൻഡോളം എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നമുക്കറിയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിലിപ്പോൾ ഈ ഒരു ഡിവൈസ് ജിയോ എയർ ഫൈബറിലെ ഈ ഒരു പോർട്ട് ഓപ്പൺ ആണ് അല്ലേ, TCP53 എന്ന് പറയുന്ന പോർട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അതിലേത് വെർഷനാണ് റൺ ആവുന്നത്? ക്ലൗഡ്ഫെയർ പബ്ലിക് DNS എന്ന് പറയുന്ന വെർഷനാണ് ഈ ഒരു പോർട്ടിൽ റൺ ആവുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഡിവൈസ് ഇതാ RE200.LAN എന്ന് പറയുന്നതിൽ 192, 168, 31, 176 എൻ്റെ IP. അതിൽ SSH എന്ന് പറയുന്ന പോർട്ട് ഓപ്പൺ ആണ്, നമ്മൾ നേരത്തെ കണ്ടു. അതിൽ ഏത് വെർഷനാണ് SSHൻ്റെ ഏത് വെർഷനാണ് റൺ ആവുന്നത് എന്ന്, SSHൻ്റെ 6.6.0 എന്ന് പറയുന്ന വെർഷനാണ് റൺ ആവുന്നത് എന്ന് കിട്ടും. അപ്പോൾ ഏത് വെർഷനാണ് അതിൽ റൺ ആവുന്നതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെർഷൻ എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വെർഷൻ ആ ഒരു ഇതുവഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് വെർഷനാണ് നമുക്ക് കിട്ടും, അതിലേതാണ് റൺ ആവുന്നത്. SSHൻ്റെ ഇപ്പോൾ SSH ഓപ്പൺ ആണെന്ന് വന്നു, അപ്പോൾ SSHൻ്റെ ഏത് വെർഷനാണ് റൺ ആവുന്നതെന്ന് അറിഞ്ഞാലുള്ളൂ നമുക്കത് സുഖമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ആ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏത് വെർഷനാണ് ഇതിൽ റൺ ആവുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക, ഇതിൽ ബാക്കിയുള്ളത് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ മറ്റ് ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ എത്ര ഡിവൈസ് ഉണ്ടോ അതിലൊക്കെ ഏത് വെർഷനാണ് റൺ ആവുന്നത് എന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടും. ഈ പറയുന്ന ZenMap എന്ന് പറയുന്ന ആ ഒരു ഒരു ടൂളിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോസ്റ്റിലാണ് കിടക്കുന്നത്, ഇപ്പോൾ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ SSH ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SSH ഏതൊക്കെ ഡിവൈസുകൾ ഓപ്പൺ ആണ്, HTTP ഏതൊക്കെ ഡിവൈസുകളിൽ ഓപ്പൺ ആണ്, അതേപോലെ ഡൊമൈൻ ഏതൊക്കെ ഡിവൈസുകളിൽ ഓപ്പൺ ഉണ്ട്, HTTPS ഏതൊക്കെ ഡിവൈസുകളിൽ ഓപ്പൺ ഉണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് സർവീസസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഈ ZenMap ഉപയോഗിക്കുന്നത്. ഈ ZenMapൻ്റെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് വന്നിട്ടില്ലേ, ഈ ഒരു കമൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ Nmap ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഈ കമൻറ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ സർവീസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ആ ഒരു കമൻറ്റ് ഇതുണ്ടോ, Nmap എന്ന് പറയുന്നത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കമൻറ്റിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വരും. ഇപ്പോൾ ZenMapൽ നോക്കി അതേ കാര്യങ്ങൾ തന്നെ വരിക, പക്ഷേ ഈ ഒരു കമൻറ്റ് പ്രോംപ്റ്റിലായിരിക്കും വരിക. ZenMap ആകുമ്പോൾ എന്താ ഗ്രാഫിക്സിലാണ് വരിക. അപ്പോൾ ഇതാണ് Nmapഉം ZenMapഉം തമ്മിലുള്ള വ്യത്യാസം. ഒറ്റ വ്യത്യാസമുള്ളൂ, Nmapൻ്റെ ഗ്രാഫിക്സൽ റെപ്രസെൻറ്റേഷനാണ് ഇത് ZenMap എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൽ ഏതെല്ലാം ഡിവൈസുകളുണ്ട്, ഏതെല്ലാം പോർട്ട് അതിൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്നറിയാനാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.